എത്ര സമയം വേണം ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി? 5 മിനിറ്റ്. 5 മിനിറ്റോട് വായിക്കുമോ? മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? തകഴി. ഒരു ഹീറോ ആയിട്ടൊക്കെ തോന്നി അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സുഭാഷ് ചന്ദ്രബോസ്. കാർട്ടൂണുകൾ കണ്ട് വീഡിയോ ഗെയിമുകളൊക്കെ കളിച്ച് പൂമ്പാറ്റകളോടും പൂക്കളോടും കഥ പറയുന്ന പ്രായത്തിൽ പുസ്തകങ്ങളോട് കൂട്ടുകൂടിയ ഒരു കൊച്ചു മിടുക്കിയുണ്ട് നമ്മുടെ കൂടെ. 10 വയസ്സിനുള്ളിൽ 1500ഓളം പുസ്തകങ്ങൾ വായിച്ച തനുശ്രീയാണ് ഇന്ന് നമ്മുടെ അതിഥി. ഹായ് തനുശ്രീ. ഹായ്. ഇപ്പം നാട്ടിൽ വെക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ബുക്കൊക്കെ കിട്ടിയോ? ഏതൊക്കെ ബുക്ക് വാങ്ങിച്ചു? അമർചിത്രത്തിൽ നിന്ന് കുറച്ച് ബുക്സ് മേടിച്ചായിരുന്നു. ട്രൈബൽ ലീഡേഴ്സ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ, എന്നിട്ട് സെലസ്റ്റിയൽസും ദേവാസിനും കുറച്ചുള്ള 2 ബുക്സ് മേടിച്ചായിരുന്നു. ടിങ്കിളിൻ്റെ 3 കോപ്പി, എന്നിട്ട് അതിൻ്റെ 2 ഗോൾഡ് കളക്ടേഴ്സ് എഡിഷൻ, ആസ്ട്രിക്സ് ആൻഡ് ഓബ്ലിക്സിൻ്റെ എൻ്റയർ സീരീസും. ഇതൊക്കെ ഗൾഫിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടാണോ വന്നേക്കുന്നത്? ഈ ബുക്കുകളൊക്കെ ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടിട്ടാണോ വാങ്ങിച്ചത്? അപ്പോൾ ഏത് കൈൻഡ് ഓഫ് ബുക്ക് വായിക്കാനാണ് തനുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? R.K. നാരായൺ, അമർചിത്ര അത്, എന്നിട്ട് ഫാൻറ്റം മാൻഡ്രിക്. ഇങ്ങനെ കുറേ ബുക്കുകളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ബുക്ക് കയ്യിൽ കിട്ടാന്ന് വെക്കുക, അപ്പോൾ എത്ര സമയം വേണം ഒരു ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്? ഏകദേശം എത്ര സമയം എടുക്കും? പെട്ടെന്ന് വായിച്ചു തരുമോ, അല്ലെങ്കിൽ പതിയെ ഓരോ പേജൊക്കെ? 5 മിനിറ്റ്. 5 മിനിറ്റോട് വായിക്കുമോ? റോബോട്ടാണോ ഇത് ഇരിക്കുന്നത്? അപ്പം ബുക്ക് വായിച്ച ആ ബുക്കിന് പിന്നെയും റിപ്പീറ്റ് വായിക്കാറുണ്ടോ ഇഷ്ടപ്പെട്ടിട്ട്? അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് റിപ്പീറ്റായി വായിച്ച ബുക്ക് ഏതാണ്? അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടോ? ഒരു ദിവസം എടുക്കും, അത്രയ്ക്കുണ്ട്. എന്നാലും ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഈ ബുക്ക് എന്തായാലും വായിക്കണം, വായിക്കുമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്ക് ഏതാ? അങ്ങനെയൊന്നും സജസ്റ്റ് ചെയ്യാറില്ല. കൂട്ടുകാരെ പ്രൊമോട്ട് ചെയ്യാറുണ്ടോ? ബുക്ക് വായിക്കണം, ഈ ബുക്ക് വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതെന്താ? അത് അവർ പറയുന്ന കുറേ ബുക്സ് ഞാൻ വായിച്ചിട്ട് അത്ര ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ തനുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കൈൻഡ് ഓഫ് ബുക്കുകൾ ഏതൊക്കെയാണ്? ഏത് ഫിക്ഷനാണോ, അല്ലെങ്കിൽ ഈ പുരാണ സംബന്ധമായിട്ടുള്ള ബുക്കുകൾ, അങ്ങനെ ഏതാണ് കൂടുതൽ വായിക്കാൻ ഇഷ്ടം? ഏതാണ് ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടമുള്ളത്? ഇന്ത്യൻ ബുക്സും നമ്മുടെ പുരാണങ്ങളുള്ള ബുക്സും, എന്നിട്ട് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ക്ലാസിക്സും ഉണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഒരുപാട് പുരാണങ്ങളുണ്ടല്ലോ, നമ്മൾ പണ്ട് മുതൽക്കേയുള്ള നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ഇപ്പം മഹാഭാരതവും രാമായണവും ഒക്കെ വായിക്കുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഭാഗമുണ്ടോ? അങ്ങനെ അത് നല്ല രസമുണ്ട്, കുറച്ചും കൂടി അതിനെപ്പറ്റി അറിയാൻ തോന്നി, അങ്ങനെ എന്തെങ്കിലും ഭാഗമൊക്കെ ഉണ്ടോ? മഹാഭാരതത്തിലെ യുദ്ധം തുടങ്ങുന്ന മുമ്പില്ലേ, യുധിഷ്ഠിരൻ പോയിട്ട് കൗരവരുടെ സൈഡിൽ പോയിട്ട് ചോദിച്ചു, ആർക്കെങ്കിലും നമ്മുടെ സൈഡിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ പറ്റുമെന്ന്. അപ്പോൾ യുയുത്സു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ കൗരവരുടെ ബ്രദറായിരുന്നു. എനിമി ലൈനിന് വേണ്ടിയില്ലേ, സത്യത്തിന് വേണ്ടി സ്വന്തം ബ്രദേഴ്സിനെ ഉപേക്ഷിച്ചിട്ട് എനിമീൻ്റെ ആർമിയിലേക്ക് പോയതാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ടാണോ ആ ഭാഗം ഇഷ്ടപ്പെട്ടെ? അത് മാത്രമല്ല, ഞാൻ കുറേ വായിച്ചപ്പോൾ അറിഞ്ഞത് ധൃതരാഷ്ട്രൻ്റെ മകനാണ്, പക്ഷെ ഗാന്ധാരീൻ്റേതല്ലായിരുന്നു. ധൃതരാഷ്ട്രന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യേൻ്റെ മകനായിരുന്നു എന്ന്. കുഞ്ഞായിരിക്കുമ്പോൾ ആരാ ഈ ബുക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്? അച്ഛൻ. എങ്ങനെയാണ് ബുക്ക് വായന? ആദ്യം ഞാൻ ചെറുതായിരുന്നപ്പോൾ അച്ഛനെ കളിക്കുടിക്കും ഐതിഹ്യമാലൊക്കെ എനിക്ക് വായിച്ചു തരാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലുതായപ്പോൾ കോവിഡിൻ്റെ സമയമായിരുന്നു, 6-5 വയസ്സായിരുന്നു. അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ DC ബുക്സിൽ നിന്ന് കുറച്ച് ബുക്സ് എടുത്തുകൊണ്ട് വന്നു. അപ്പോഴാണ് ഞാൻ ഈ ബുക്സ് ആദ്യം വായിച്ചു തുടങ്ങിയത്. അതായിട്ട് ഞാൻ ആദ്യം മേടിച്ചൊരു ആസ്ട്രിക്സ് ആൻഡ് ഓബ്ലിക്സിൻ്റെ ബുക്കായിരുന്നു. കണ്ടപ്പോൾ ഞാൻ ആദ്യം അത് വായിച്ചു തുടങ്ങിയപ്പോൾ അതായിട്ട് ഇപ്പോൾ അതിൻ്റെ എൻറ്റയർ സീരീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 40-50 ഒക്കെ ഉണ്ട് ആ ബുക്കിൽ. ഇപ്പം കൗണ്ട് ചെയ്തതിൽ ഇപ്പം ഈ ഒരു വയസ്സിനുള്ളിൽ എത്ര ബുക്ക് വായിച്ചിട്ടുണ്ടാവും? കൗണ്ട് ചെയ്യാറുണ്ടോ? ബുക്ക് വായിക്കുമ്പോൾ ഓരോന്ന് കൗണ്ട് ചെയ്യാറുണ്ടോ? അപ്പോൾ ഇപ്പം എത്ര ബുക്ക്? വീട്ടിലൊരു 800 ഒക്കെ ഉണ്ടായിരിക്കും. ലൈബ്രറിയിൽ നിന്നൊരു 1300 മേലെ. എൻ്റെ ഫ്രണ്ട്സിലില്ലേ, അവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബുക്സാണ് വായിക്കുന്നത്. എല്ലാവർക്കും സെയിം ബുക്സ് ആവത്തില്ല എന്നില്ലേ, അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ വായിക്കുന്ന ആ ബുക്സ് ഒന്നും അത്രയും വായിക്കാറില്ല. ഏത് ലാംഗ്വേജിലുള്ള ബുക്കാണ് ഏറ്റവും കൂടുതൽ വായിക്കാറുള്ളത്? ഇംഗ്ലീഷ്. അപ്പോൾ മറ്റ് ലാംഗ്വേജസ് അറിയോ? ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം?
ഏതൊക്കെ ലാംഗ്വേജസ്? ഹിന്ദി, അറബിക്, സാൻസ്ക്രിറ്റും, എന്നിട്ട് അത് ഞാൻ പറയാം ഇംഗ്ലീഷും മലയാളം. അപ്പോൾ എങ്ങനെയാ ഇതൊക്കെ പഠിക്കണേ? ഇത്രയും ഭാഷകളുണ്ടല്ലോ, കുഞ്ഞു പ്രായമല്ലേ? ഓൺലൈനായിട്ടാണോ പഠിക്കാറല്ല അച്ഛനും അമ്മയും? മലയാളം എനിക്ക് പറയാൻ നല്ലതായിട്ട് പറയാൻ അറിയാം, പക്ഷെ വായിക്കാനോ എഴുതാനോ അമ്മ ചെറുതായിരുന്നപ്പോൾ ഒരു ഓൺലൈനിലായിരുന്നു പഠിച്ചത്, വായിക്കാനും എഴുതാനും. ഇംഗ്ലീഷ് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചായിരുന്നു, അറബിക്കും ഹിന്ദിയും സ്കൂളിൽ നിന്ന്. സാൻസ്ക്രിറ്റ് ഞാനൊരു ടീച്ചർ, കാവ്യ എന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നുണ്ട്. ഈ ലാംഗ്വേജസ് ഒക്കെ പഠിക്കണത് ബുക്ക് വായിക്കാനാണോ? ബുക്ക് വായിക്കാന്നുള്ള എയിം വെച്ചിട്ടാണോ ലാംഗ്വേജസ് വായിക്കുന്നത്? അപ്പൊ ഏത് ലാംഗ്വേജിലുള്ള ബുക്കാണ് കൂടുതൽ ഇഷ്ടം? ഇംഗ്ലീഷിലുള്ള ബുക്കാണ്. മലയാളം ബുക്ക് വായിക്കാറുണ്ടോ? മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? തകഴിയാണ്. തകഴിന്റെ ഏതൊക്കെ ബുക്ക് വായിച്ചിട്ടുണ്ട്? മാഞ്ചോട്ടിൽ, വെള്ളപ്പൊക്കത്തിലും അവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞൊരു കുറേ ബുക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബുക്കൊക്കെ ആരാ സെലക്ട് ചെയ്യുന്നത്? സ്വയം ആണോ അല്ലെ അച്ഛനും അമ്മയും വന്നിട്ട് സെലക്ട് ചെയ്ത് തരികയാണോ? അത് ആദ്യം അച്ഛൻ എനിക്ക് ഇഷ്ടമുള്ള ബുക്സ് നമുക്ക് ആ സമയത്തൊക്കെ വായിക്കാൻ നല്ല കണ്ടൻറ്റുള്ള ബുക്സ് ഉണ്ട്. അത് ചില ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടാതെ വരും ചിലത്. അത് അങ്ങനെ എൻ്റെ ഇഷ്ടം കൊണ്ട് അച്ഛൻ അത് എനിക്ക് സെലക്ട് ചെയ്ത് തരാറുണ്ടായിരുന്നു. അതിൽ നല്ല നമ്മൾക്ക് വേണ്ടി നല്ല ബുക്സൊക്കെ എനിക്ക് സെലക്ട് ചെയ്ത് തരാറ്. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ബുക്സൊക്കെ ഞാൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുക്കാം. ഇങ്ങനെ കുറേ ബുക്കൊക്കെ വായിച്ചല്ലോ. അങ്ങനെ ബുക്ക് വായിച്ചതിൻ്റെ ഇടയ്ക്കാണോ ഒരു ബുക്ക് എഴുതണം എന്നുള്ള ചിന്തയൊക്കെ വന്നത്? 2 ബുക്കൊക്കെ എഴുതിയ ആളാന്നൊക്കെ കേട്ടു. ഏതൊക്കെയാ ബുക്കുകളൊക്കെ? തണ്ടർ പാരറ്റും ഡാൻസിങ് റിവർ. എന്താ ഇതിൻ്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്? എന്താണ് ആദ്യത്തെ ബുക്കിൻ്റെ കണ്ടന്റ് പറഞ്ഞാൽ, ഒരു കുട്ടി ആ കുട്ടീൻ്റെ വീടിൻ്റെ ഫാമിലി എസ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പോഴായിരുന്നു ഒരു ദിവസം അറിയണത് അതിൻ്റെ ഉള്ളിൽ ഒരു റൂം പൂട്ടി വെച്ചിരിക്കുന്ന റൂമുണ്ട്. ആ റൂമിൻ്റെ ഉള്ളിൽ വലിയൊരു മോൺസ്റ്റർ ഉണ്ട്. ആ മോൺസ്റ്റർ ഒരു രാത്രി എൻ്റെ സ്ഥലം ഡിസ്ട്രോയ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി ബുക്ക് വായിച്ചിട്ട് അറിയാനാ? അതെ. അപ്പോൾ അതിനകത്തൊരു കവിതയുണ്ടല്ലോ, അത് ഡാൻസിങ് റിവറിൽ ആണോ? അപ്പം ഈ കവിത എന്തോ പ്രൈസ് ഒക്കെ കിട്ടിയിട്ട് ഈ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്താന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അതൊക്കെ ഉള്ളതാണോ? അതെ. ഒരുപാട് ബുക്കുകൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വലുതായിട്ട് ആരാവാനാണ് ആഗ്രഹം? അങ്ങനെ എന്തെങ്കിലുമൊക്കെ? സയൻറ്റിസ്റ്റ്. ഇത്ര ടൈം ഞാനൊരു ബുക്ക് വായിക്കാൻ മാറ്റി വയ്ക്കും, അങ്ങനെ എന്തെങ്കിലും ശീലങ്ങളുണ്ടോ? അങ്ങനെയില്ല. ബുക്കൊക്കെ വായിക്കാറുണ്ട്. എന്നിട്ടില്ലേ അമ്മ എടുത്ത് വിളിക്കുന്നവരെ ഞാൻ വായിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് മുഴുവൻ ദിവസം ഞാൻ ബുക്ക് വായിക്കാറുണ്ട്. ഈ മിടിക്ക് പാട്ടൊക്കെ പാടുന്നൊക്കെ കേട്ടു. ഒരു പാട്ട് പാടിത്തരും. വെണ്ണലു సెలవినికారి విఠలేశ నన్ను చూచి నవ్వేవు నాలి విఠలేశ. వెన్నలు సెలవినికారి విఠలేశ నన్ను చూచి నవ్వేవు నాలి విఠలేశ. వెన్నలు సెలవినికారి വിഠലേശ വിഠലേശ. നല്ലോണം പാടുന്നുണ്ടല്ലോ. ആരാ ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്? പാട്ട് പഠിക്കുന്നുണ്ടോ? ആരാ പഠിപ്പിക്കുന്നത്? വീണ മാമാണോ? അപ്പോൾ കർണാട്ടിക് ആണോ പഠിക്കുന്നത്? പാട്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ പഠിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ? റീഡിങ്, എന്നിട്ട് ഡ്രോയിങ്ങും സൈക്ലിംഗ് ചെയ്യാറുണ്ട്. അമ്മ ആർട്ടിസ്റ്റ് ആണല്ലോ. അമ്മയാണോ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്? ആണോ? അപ്പോൾ ചിത്രം വരയ്ക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ ഈ ബുക്ക് വായന ഇടയിലൊക്കെ? ഇടയിൽ ഞാൻ എപ്പോഴും ബുക്ക് വായിക്കുമ്പോൾ കയ്യിൽ കുറച്ച് സ്കെച്ച് പെൻസ് എടുത്തിട്ടാണ് വായിക്കുന്നത്. ബുക്കിലൊക്കെ ചെറുതായിട്ട് കളറിങ് ചെയ്യാറുണ്ട്. അപ്പോൾ പാട്ടുകാരിയാണ്, വായനക്കാരിയാണ്, ഒരു കളരിപ്പയറ്റുകാരിയാണെന്ന് കൂടി അറിഞ്ഞു. അപ്പോൾ കളരിപ്പയറ്റ് പഠിക്കാറുണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം? ക്ലാസ്സൊക്കെ എപ്പം തുടങ്ങി? എത്ര വയസ്സിൽ പഠിക്കാൻ തുടങ്ങി? 6. മുറകളൊക്കെ പഠിച്ചു തുടങ്ങിയോ? ഞാൻ മർമ്മം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. മർമ്മമൊക്കെ ക്ലാസ്സിൽ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കത്തിപ്പയറ്റില്ല. കത്തിപ്പയറ്റ് എത്തിയോ? അപ്പോൾ വീട്ടിൽ ഈ ആയുധമുറകളൊക്കെ പരീക്ഷിക്കാറുണ്ടോ? പരീക്ഷിക്കാൻ വീട് വളരെ ചെറിയ വീടാണ്. അവിടെ സത്യം പറഞ്ഞാൽ അവിടെ ഓടാൻ പോലും സ്പേസ് ഇല്ലാത്ത. ബുക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുവാണോ ഷെൽഫിലെ? ബുക്കും ഡോൾ ഹൗസും. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചുള്ള ബുക്കുകളൊക്കെ വായിക്കാറുണ്ടോ? ഇത് കുറേ വായിക്കും. ഇഷ്ടമാണോ അങ്ങനെ വായിക്കാൻ? അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു ഹീറോ ആയിട്ടൊക്കെ തോന്നി അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സുഭാഷ് ചന്ദ്രബോസ്. അതെന്താ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനുള്ള കാരണം?
അയാൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു വർക്കിലേക്ക്. എന്നിട്ട് നമ്മളുടെ ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിൽ നല്ലൊരു മേജർ റോൾ പ്ലേ ചെയ്തായിരുന്നു എന്നിട്ട് അതല്ലാതെ നമുക്ക് കുറച്ച് ലീഡേഴ്സ് ഉണ്ട് അത്രയും കേൾക്കാത്ത ലീഡേഴ്സ്, ട്രൈബൽ ലീഡേഴ്സൊക്കെ. അങ്ങനെ കുറേ ലീഡേഴ്സിനും കുറച്ച് വായിച്ചിട്ടുണ്ട്. ഫേവറേറ്റായിട്ട് ഞാൻ സുഭാഷ് ചന്ദ്രബോസും അങ്ങനത്തെ അംബേദ്കർ ഇഷ്ടമാണോ? ബാബു സാഹിബ് അംബേദ്കർ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കാസ്റ്റോ അങ്ങനെയൊന്നും അൺടച്ചബിലിറ്റീൻ്റെ അൺഫെയർ ആയതുകൊണ്ട് അതിൻ്റെ അഗൻസ്റ്റ് ആക്ഷൻ എടുത്തതിന് വേണ്ടി ഞാൻ അംബേദ്കറും എനിക്ക് ഇഷ്ടമുള്ളതാണ്. വുമൺ ലീഡേഴ്സിനെ കുറിച്ച് വായിക്കാറുണ്ട്? അത് വായിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള വുമൺ ലീഡർ ആരാണ് അതിൽ ജാനകി അമ്മ. താൻസി റാണിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. താൻസി റാണി എങ്ങനെയുണ്ട്? നല്ലൊരു ഹീറോ ആണോ? എങ്ങനെ ഇപ്പൊ താൻസി റാണിയും ജാനകിയമ്മയൊക്കെ വായിക്കുമ്പോൾ എന്താണ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വുമൺ ലീഡേഴ്സ് ആണോ അല്ലെ മെൻ ലീഡേഴ്സ് ആണോ കുറച്ചും കൂടി പവർഫുൾ? അവരുടെ വുമൺ ലീഡേഴ്സ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്? അത് വുമൻ ലീഡേഴ്സിന് അവർക്ക് ആ സമയത്ത് കുറേ റിസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് എത്ര പ്രശ്നം ഉണ്ടായാലും അവരുടെ ഗോൾസ് അറ്റൈൻ ചെയ്യാതെ അവരൊന്നും റെസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു മുത്തുലക്ഷ്മി റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു വുമൻ ലീഡറുടെ. ആ ലേഡി ഒരു ബോയ്സ് കോളേജിലായിരുന്നു പോയത്. ഗേൾസിന് ഒരു കോളേജ് ഇല്ലാത്തതുകൊണ്ട് അത് കാരണമില്ലേ എല്ലാം പ്രാവശ്യം കോളേജിൽ പോകുമ്പോൾ എല്ലാവരും തമിഴ്നാട്ടിലായിരുന്നു ആ ലേഡി ജനിച്ചത്. ചെരുപ്പെടുത്ത് എറിയാറുണ്ടായിരുന്നു ആ ലേഡീൻ്റെ അടുത്ത് എല്ലാ ദിവസം. പക്ഷേ ആ ലേഡി ആ കോളേജിലെ ആദ്യത്തെ വുമൻ ഡോക്ടറായി. അതുമാത്രമല്ല ഒരു ഗോൾഡ് മെഡലും കിട്ടി മെഡിസിനിൽ. ഒരുപാട് ബുക്കുകൾ വായിച്ച് ഇനിയും 1000 അത് 10,000 ലക്ഷങ്ങളായിട്ടും മാറി വലിയ ബുക്കുകളൊക്കെ വായിച്ച് നാളെ വലിയ സയൻറ്റിസ്റ്റ് ബുക്കുകളൊക്കെ എഴുതുന്ന നല്ലൊരു സയൻറ്റിസ്റ്റ് ആവട്ടെ തനുശ്രീ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.